ഇന്നൊരു അത്ഭുത ആയത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ ആയത്ത് കാണാതെ അറിയാത്ത ഒരാളും ഉണ്ടായിരിക്കില്ല. ഈ ആയത്ത് അത്ഭുതങ്ങളുടെ കലവറയാണ്. ഇത് 17 തവണ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും നൽകപ്പെടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ആയത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ള വാക്കുകളുടെ എണ്ണം അനുസരിച്ച് അഥവാ 50 തവണ ഇത് പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ നൽകപ്പെടും. അല്ലെങ്കിൽ ഈ ആയത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾ അതിന്റെ എണ്ണം 170 170 തവണ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അവൻ നൽകുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ 313 എന്ന് പറയുന്ന മുർസലീങ്ങളുടെ ഉൾപ്പെടെയുള്ള എണ്ണമായ 313 തവണ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ ചോദിച്ചെന്തു നൽകപ്പെടുമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ അതിവിശിഷ്ടമായ ആ ആയത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങളുടെയൊക്കെ അപ്ഡേഷന് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രം കാണാൻ സാധിക്കുന്നത് കൊണ്ട് ഇൻസ്റ്റയുടെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയി നോക്കിയാൽ നമ്മുടെ എല്ലാ അപ്ഡേഷൻസും കിട്ടും. എപ്പോഴാണ് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക, എപ്പോഴാണ് വിളിക്കേണ്ടത്, ബുക്കിംഗ് കംപ്ലീറ്റ് ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ബുക്ക് ചെയ്യാതെ പലരും വരുന്നുണ്ട്. നേരിട്ട് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ആയത്തെന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന അതിശ്രേഷ്ഠമേറിയ ആയത്തുൽ കുർസിയുടെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഓരോന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ കൃത്യമായ പ്രതിഫലവും മഹത്വമൊക്കെ നേടിയെടുക്കാൻ സാധിക്കുക. ആയത്തുൽ കുർസി അവതരിക്കുന്നത് ഹിജ്റയ്ക്ക് ശേഷം ഒരു രാത്രിയിലാണ്. 40,000 മലക്കുകൾ, അതല്ല 70,000 മലക്കുകൾ, രണ്ടഭിപ്രായമുണ്ട്. 70,000 40,000 മലക്കുകളുടെ 80,000 40,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് ആയത്തുൽ കുർസി അവതീർണമായിട്ടുള്ളത് എന്നാണ് മഹത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തുൽ കുർസി ഇറങ്ങിയപ്പോൾ അതിൻ്റെ മഹത്വവും അതിൻ്റെ ആദരവും പ്രകടമാക്കുന്ന അതിൻ്റെ മഹത്വങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അത് എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 27 എഴുത്തുകാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ അറിവ് ഒരു പക്ഷെ ആദ്യത്തെ അറിവായിരിക്കാം. നിങ്ങൾ ആദ്യത്തെ അറിവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതിൻ്റെ താഴെ എഴുതുക, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലെങ്കിൽ മുത്തുനബിക്ക് 27 എഴുത്തുകാരുണ്ടായിരുന്നു എന്നുള്ളത് എഴുതുക. അതൊരു നല്ല അറിവാണ്. മറ്റുള്ളവരത് പഠിക്കട്ടെ. എന്തെങ്കിലും ഒന്ന് നമ്മൾ താഴെ എഴുതുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഈ വീഡിയോ കാണാനും പഠിക്കാനൊക്കെ പ്രചോദനമാകും. അപ്പോൾ നമ്മൾ കാരണമായിട്ട് മറ്റുള്ളവർ അറിവ് പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ആ പുണ്യത്തിൽ പങ്കാളികളാകാം. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 27 എഴുത്തുകാരുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ആമിർ ബിൻ ഹുറൈഫ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയിട്ട് 27 എഴുത്തുകാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 27 എഴുത്തുകാരിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു ആണ് മക്ക വിജയത്തിന് ശേഷം സ്ഥിരമായി എഴുത്തുകാരായിട്ടുണ്ടായിരുന്നത്. അപ്പൊ 27 എഴുത്തുകാരുണ്ടായിരുന്നുവെങ്കിലും സ്ഥിരമായിട്ട് എഴുത്തുകാരായിട്ടുണ്ടായിരുന്നത് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹും അതേപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുമാണ്. അപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് എഴുതി വെക്കാൻ പറയുന്നത് മഹാനരായ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോടാണ് ഇത് എഴുതി വെക്കാൻ വേണ്ടി പറയുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ 42 എഴുത്തുകാരുണ്ടായിരുന്നു എന്നുള്ളതുണ്ട്. അപ്പോൾ ആയത്തുൽ കുർസി ഇറങ്ങിയ സമയത്ത് സകല വിഗ്രഹങ്ങളും ലോകത്ത് മുഖം കുത്തി വീണു എന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ മഹത്വത്തിനെ കുറിച്ച് പറയുന്ന ആയത്താണല്ലോ. സകല ചക്രവർത്തിമാരും വീണുപോയി, കിരീടങ്ങളെല്ലാം തെറിച്ചുപോയി, പിശാചുക്കൾ വിരണ്ടോടാൻ തുടങ്ങി. അവർ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. അവർ വിരണ്ടോടി പരിഭ്രാന്തരായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അവർ ഇബ്ലീസിനെ സമീപിച്ച് സങ്കടം പറഞ്ഞു.
ഇബ്ലീസ് അവരോട് ഇതിന്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അവർ ഉദയാസ്തമയ ചക്രവാളങ്ങളിലെല്ലാം കാരണം തേടി അവർ അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ അവർക്ക് ആ കാരണം പിടികിട്ടി. ആയത്തുൽ കുർസിയെ അവതരിച്ചിട്ടുണ്ടെന്ന് മദീനയിൽ ചെന്നപ്പോഴാണ് ഈ കാര്യം അവരറിയുന്നത്. അതോടുകൂടി അവരെല്ലാം ദുഃഖിതരായി എന്നുള്ളതാണ്. ആയത്തുൽ കുർസിന്റെ മഹത്വങ്ങൾക്ക് അറ്റമില്ല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണ് നമ്മുടെ വീടകങ്ങളിൽ, നമ്മുടെ ഹൗസ് വാമിങ് നടക്കുന്ന സമയം ഉൾപ്പെടെ നമ്മുടെ എല്ലാ വീടകങ്ങളിലും പ്രധാനമായിട്ട് ബറക്കത്തിന് വേണ്ടി വെക്കുന്ന ആയത്തുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ് ആയത്തുൽ കുർസി. അതിൽ അടങ്ങിയിട്ടുള്ള അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കലവറ അതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നവർക്ക് മാത്രമേ അതറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ ഉൾക്കൊണ്ട ആയത്താണ് അതിമഹത്തായ ആയത്തുൽ കുർസിയും. അത് പതിവാക്കുന്നവർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. അവരുടെ ഏത് ദുആഉം സ്വീകരിക്കപ്പെടാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാനുള്ള തൗഫീഖ് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തുൽ കുർസിയുടെ ഒന്നാമത്തെ നാമം എന്ന് പറയുന്നത് ആയത്തുൽ കുർസി എന്ന് തന്നെയാണ്. ഒരുപാട് നാമങ്ങൾ അതിനുണ്ട്. അതിൽ അള്ളാഹുവിന്റെ കുർസിനെ പറ്റി പരാമർശമുണ്ട്. അതാണ് ആയത്തുൽ കുർസി എന്ന് പേര് വരാനുള്ള കാരണം. മറ്റൊരു കാരണവും അതിന് ഈ പേര് വരാനുള്ള കാരണമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ആയത്തുൽ കുർസി വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. അള്ളാഹുവിന്റെ കുർസിനെ പടച്ചിരിക്കുന്നത് 7 ആകാശങ്ങളെയും വലയം ചെയ്ത നിലയിലാണ്. അള്ളാഹുവിന്റെ കുർസിനെ പടച്ചിട്ടുള്ളത് 7 ആകാശങ്ങളും വലയം ചെയ്ത നിലയിലാണ്. കുർസിന്റെ മുമ്പിൽ 7 ആകാശങ്ങൾ മരുഭൂമിയിൽ കിടക്കുന്ന ഒരു വട്ടക്കണ്ണി പോലെ മാത്രമാണ്. അപ്പോ കുർസിന്റെ മുമ്പിൽ 7 ആകാശങ്ങളും ഒരു ചെറിയ വട്ടക്കണ്ണി പോലെയാണ്. കുർസിന്റെ വലതുവശത്ത് അള്ളാഹു 12,000 കസേരകൾ ഇട്ടിരിക്കുന്നു. ഇടതുവശത്തും അതുപോലെ തന്നെ. ഓരോ കസേരയിലും ഓരോ മലക്കിരുന്ന് ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നുണ്ട്. അത് ഓതുന്നവരുടെ പ്രതിഫലം ഒരുപാട് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നമ്മുടെ നേതാവ് അവിടുത്തെ സമുദായത്തിന് വേണ്ടി, അവിടുത്തെ സമുദായത്തിന്റെ മഹത്വമാണ് ആയത്തുൽ കുർസിന്റെ പാർശ്വങ്ങളിലെല്ലാം, കുർസിന്റെ പാർശ്വങ്ങളിലെല്ലാം ആയത്തുൽ കുർസി എഴുതാൻ അല്ലാഹു കലമിനോട് കൽപ്പിച്ചു. കലം അതനുസരിച്ചു. ആയത്തുൽ കുർസി ഒരാൾ പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുനരുദ്ധാരണ നാളിൽ കുർസിനോളം തൂക്കമുള്ള പ്രതിഫലം നൽകും. കുർസിന്റെ തൂക്കം എത്രയാണെന്നറിയോ? അത്രമേൽ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസി ഒരാൾ ഒരു തവണ പതിവാക്കിയാൽ അല്ലാഹു അവന് നൽകുമെന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനരായ അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കുർസിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഹബീബായ തങ്ങൾ പറയുന്നു, കുർസിനെ അപേക്ഷിച്ച് 7 ആകാശങ്ങൾ മരുഭൂമിയിൽ കിടക്കുന്ന വെറുമൊരു വട്ടക്കണ്ണി പോലെയാണ്. ഈ 7 ആകാശങ്ങളെല്ലാം, ഈ 7 ആകാശങ്ങളും 7 ഭൂമിയും കുർസും ചേർന്നാൽ അർശിനെ അപേക്ഷിച്ച് അവയെല്ലാം മരുഭൂമിയിൽ കിടക്കുന്ന ഒരു വട്ടക്കണ്ണി പോലെ മാത്രം. ഈ കുർസിനേക്കാൾ അർശിനുള്ള മഹത്വം വട്ടക്കണ്ണിയേക്കാൾ മരുഭൂമിക്കുള്ള വലിപ്പത്തിന് തുല്യമാണ്. അല്ലാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അലിയാർ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുർസ് മുത്തുകൊണ്ടുള്ളതാണ്, കലമും മുത്തുകൊണ്ടുള്ളത് തന്നെയാണ്. 700 കൊല്ലത്തെ വഴിദൂരമാണ് കലമിന്റെ നീളം. കുർസിന്റെ നീളമാകട്ടെ അതറിയാവുന്നവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ആകാശഭൂമികളെല്ലാം കൂടി കുർസിന്റെ ഉള്ളിലായി അർശിന്റെ മുമ്പിൽ അങ്ങനെ ഇരിക്കുന്നു. അർശിനെ വഹിക്കുന്നവർക്കും കുർസിനെ വഹിക്കുന്നവർക്കും ഇടയിലെ 70 ഇരുട്ടിന്റെ മറകളും 70 പ്രഭകളുടെ മറകളും, ഓരോ മറയുടെയും കനം 500 കൊല്ലത്തെ വഴി ദൂരവുമാണ്. ഈ മറകളില്ലെങ്കിൽ അർശിനെ വഹിക്കുന്നവരുടെ പ്രഭ കുർസിനെ വഹിക്കുന്നവർ കരിഞ്ഞു പോകാൻ കാരണമാകും.
അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വം നൽകിയ ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയിലെ അതിവിശിഷ്ടമായ ആ ആയത്തിൽ പരാമർശിക്കുന്ന കുർസിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണമാണ് പറഞ്ഞത്. ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുർസിന്റെ പ്രഭയിൽ 70% മാത്രമാണ് ഈ പ്രപഞ്ചമാകം പ്രകാശിപ്പിക്കുന്ന സൂര്യനുള്ളത്. കുർസിന്റെ പ്രഭയുടെ 70% മാത്രമാണ് സൂര്യനുള്ളത്. കുർസാകട്ടെ അർശിന്റെ പ്രഭയിൽ നിന്ന് 70% മാത്രമാണുള്ളത്. അപ്പോ ആയത്തുൽ കുർസി എന്ന പേരുമായി ബന്ധപ്പെട്ട് ആയത്തുൽ കുർസി എന്ന പേര് വരാനുള്ള ഒരുപാട് കാരണങ്ങളിലുള്ള ഒരു കാരണം കുർസിനെ പരാമർശിച്ചത് കൊണ്ടാണ്. ആ കുർസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ചെറിയൊരു കാര്യം ആയത്തുൽ കുർസിയെ പറഞ്ഞപ്പോൾ ചേർത്തി പറഞ്ഞതേ എന്നുള്ളൂ. ആയത്തുൽ കുർസിന്റെ മറ്റൊരു നാമമാണ് അഅ്ലമുൽ ആയത്ത് എന്നുള്ളത്. എന്താണ് അഅ്ലമുൽ ആയത്ത് എന്ന് പറഞ്ഞാൽ? അത്യുന്നത സൂക്തം, ഏറ്റവും മഹത്തായ ആയത്ത്, വണ്ണമായ ആയത്ത് എന്നാണ് അതിനർത്ഥം. ഇമാം മുസ്ലിമും അഹ്മദും അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി ഇതിന്റെ മഹത്വം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിശ്രേഷ്ഠമേറിയ ആയത്തുൽ കുർസി നമ്മുടെ ജീവിതത്തിൽ 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷം നാം പതിവാക്കുന്നവരാണ്. അള്ളാഹു നമുക്ക് അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയുമോ ഏത് ആയത്താണ് ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ആയത്തെന്ന്? അവിടെ ഒരുമിച്ച് കൂടിയവർ പറയുന്നു, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും റസൂലിനുമാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളത് അതിനെ സംബന്ധിച്ചെന്ന്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തുൽ കുർസി അവസാനം വരെ ഓതിക്കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ആയത്തുൽ കുർസിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഹബീബായ തങ്ങളുടെ വാക്കിൽ നിന്ന് ആയത്തുൽ കുർസിയാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയ ആയത്തെന്ന് ഹബീബായ തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഖുർആനിൽ നിന്ന് ഏറ്റവും മഹത്തായത് അൽ ബഖറ സൂറത്താണ്. അതിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമേറിയത് അത് ആയത്തുൽ കുർസിയാണ്. ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഖുർആനിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമേറിയ ആയത്ത് ഏതാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയത്തുൽ കുർസി. പിന്നീട് ചോദിക്കുന്നു, ഖുർആനിൽ ഏതു ആയത്താണ് അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആയത്തെന്ന് ചോദിക്കുന്നു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ബഖറയിലെ ഏറ്റവും ഒടുവിലത്തെ ആയത്ത്. കാരണം അത് അല്ലാഹുവിന്റെ അർശിന്റെ കീഴിൽ നിന്ന് വന്ന കാരുണ്യ നിക്ഷേപമാണ്. ഭൗതികവും അത്യാത്മികവുമായ സകല സംഗതികളും അതിലുണ്ട്, ഒന്നും അതിൽ നിന്നൊഴിവായിട്ടില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ആയത്ത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഹബീബായ തങ്ങൾ മറുപടി പറയുന്നത് അത് ആയത്തുൽ കുർസി എന്നാണ്. മുത്തുനബി തങ്ങളോട് വീണ്ടും ചോദിക്കുന്നു, ശ്രേഷ്ഠമേറിയത് ആയത്തുൽ കുർസി തന്നെയാണ്, എന്നാൽ അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആയത്ത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഹബീബായ തങ്ങൾ മറുപടി പറയുന്നത് അൽ ബഖറയിലെ ഏറ്റവും ഒടുവിലത്തെ ആയത്താണ്. കാരണം അത് അല്ലാഹുവിന്റെ അർശിന്റെ കീഴിൽ നിന്ന് വന്ന കാരുണ്യ നിക്ഷേപമാണ്. ഭൗതികവും അത്യാത്മികവുമായ സകല കാര്യങ്ങളും അതിലുണ്ട്, ഒന്നും അതിൽ നിന്ന് ഒഴിവായിട്ടില്ല എന്നുള്ളത്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ, ജീവിതത്തിലേക്ക് പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ തങ്ങൾ പറയുന്നതായിട്ട്, ആകാശഭൂമി സ്വർഗം നരകം തുടങ്ങി അള്ളാഹു പടച്ച സകല വസ്തുക്കളെക്കാൾ സമുന്നതമാണ് അൽ ബഖറ സൂറത്തിലെ ആയത്തുൽ കുർസി. അതിലും വലുതു മറ്റൊന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഹബീബായ തങ്ങൾ പറയുന്നതായിട്ട്, അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പുകളിലെ പ്രധാനപ്പെട്ടതാണ് ആകാശം, ഭൂമി, സ്വർഗം, നരകം. ഇവകളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമേറിയത് സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസിയാണ്, അതിനേക്കാൾ വലുത് മറ്റൊന്നില്ല എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്.
ഇങ്ങനെ ആയത്തുൽ കുർസിയെ കുറിച്ച് ഞാനിതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആയത്തുൽ കുർസിയെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ മലയാളം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇതേപോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഇബ്നു മസ്ഊദ് എന്നറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ആയത്ത് അത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളതാണ്. അങ്ങനെയും മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ എടുത്തു നോക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ അത് ആയത്തുൽ കുർസിയാണെന്ന് പറയുന്നു. ചില സന്ദർഭങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ആണെന്ന് പറയുന്നു. ചില സന്ദർഭങ്ങളിൽ ആയത്തുൽ കുർസി അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള എത്രയോ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ വളരെ ശ്രേഷ്ഠതയേറിയ ആയത്തുൽ കുർസിയും വലിയ മഹത്വങ്ങൾ ആയത്തുൽ കുർസിയിനുണ്ട്. അള്ളാഹു നമുക്കത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആയത്തുൽ കുർസി ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ആയത്തുൽ കുർസി അതാരെങ്കിലും ഓതിയാൽ അള്ളാഹു ഒരു മലക്കിനെ പ്രത്യേകമായിട്ട് നിയോഗിക്കുമെന്നുള്ളതാണ്. ആ മലക്ക് അയാളുടെ നന്മകൾ രേഖയാക്കുകയും തിന്മകളെ മായ്ച്ചു കളയുകയും ചെയ്യും. അതോതിയ സമയം മുതൽ പിറ്റേ ദിവസം വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നോക്കൂ, ആയത്തുൽ കുർസി ഒരു തവണ ഒരാൾ പാരായണം ചെയ്താൽ അള്ളാഹു ഒരു സ്പെഷ്യൽ മലക്കിനെ ഏൽപ്പിക്കും. ഒരു പ്രത്യേക മലക്കിനെ. എന്തിനാണ് ഏൽപ്പിക്കുന്നത്? അയാൾ ചെയ്യുന്ന എല്ലാ നന്മകളും കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെക്കാനും അതുമാത്രമല്ല ആ തിന്മകൾ മുഴുവനും മായ്ച്ചു കളയാനും വേണ്ടിയിട്ട് അള്ളാഹു ഒരു സ്പെഷ്യൽ മലക്കിനെ ഏൽപ്പിക്കുന്നുള്ളതാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മാർത്ഥത ഉണ്ടാവും. നമ്മളടുത്ത് നിന്ന് അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആയത്തുൽ കുർസി ഓതുന്നു. എങ്ങനെ ആയത്തുൽ കുർസി ഓതുന്നു? ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മൾ ആയത്തുൽ കുർസി ഓതുന്നു. അങ്ങനെ ഓതിക്കഴിയുമ്പോൾ നമുക്ക് നല്ല ആത്മവിശ്വാസവും നല്ല ഇഖ്ലാസും നല്ല ഭയഭക്തിയോടുകൂടെ ഓതാനും സാധിക്കുമെന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കല് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങളിൽ ആർക്കാണ് ഖുർആനിലെ ഏറ്റവും മഹത്വവും ശ്രേഷ്ഠവും സമുന്നതവുമായ ആയത്തറിയുക എന്ന് ചോദിച്ചു. ഏറ്റവും അധികം ഭയപ്പെടേണ്ടതും ഏറ്റവും നീതിയുക്തവും ഏറ്റവും അധികം പ്രതീക്ഷയ്ക്ക് വകയുള്ളതുമായ ആയത്തേതാണെന്ന് ജനങ്ങൾ മറുപടിയൊന്നും പറയാതെ മൗനം പാലിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമേറിയ ആയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളതാണ്. ഏറ്റവും നീതിയുക്തമായ ആയത്ത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന് തുടങ്ങുന്ന ആയത്താണ്. ഏറ്റവും ഭയാനകമായ ആയത്ത് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ എന്ന് പറയുന്ന ആയത്താണ്. ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം എന്ന് തുടങ്ങുന്ന ആയത്താണ്. ഈ ആയത്തുകൾക്കൊക്കെ വലിയ മഹത്വമുണ്ട്. ആദ്യത്തെ ആയത്ത് നമ്മൾ പറഞ്ഞത് ആയത്തുൽ കുർസിയെ കുറിച്ചാണ്. ഓരോന്നും ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങളെയും ആശയങ്ങളെയും കൃത്യമായി പ്രതിപാദിക്കുന്ന ആയത്താണ്. ഈ ആയത്ത് ഇങ്ങനെ കൃത്യമായി കാണാതെ പഠിക്കാൻ കഴിയുന്നവര് ഇൻഷാ അല്ലാഹ് അതങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് നമ്മുടെ ഏതേതോ പ്രതിസന്ധികളിലും ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആയത്ത് കാണാതെ പഠിച്ചു വെക്കണം. സാധാരണ നമ്മൾ എപ്പോഴും ഓതുന്ന നമ്മുടെ പ്രഭാഷണങ്ങളിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന പള്ളിയിൽ വെള്ളിയാഴ്ചയിൽ ഉൾപ്പെടെ നമ്മൾ പതിവായി കൊണ്ടുവരുന്ന വളരെ ശ്രേഷ്ഠതയേറിയ ആയത്താണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അത് നിങ്ങളൊക്കെ കാണാതെ പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. ആയത്തുൽ കുർസി ഒരു വീട്ടിൽ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് 30 നാൾ പിശാചു വിട്ടു നിൽക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലണം എന്നുള്ളതാണ്. ഒരു സിഹറുകാരനോ സിഹറുകാരിയോ 40 രാവുകളിൽ ആ വീട്ടിലേക്ക് കടക്കുകയില്ല. അത്രമേൽ ശ്രേഷ്ഠതയേറിയതാണ്. ഒരു സിഹറുകാരനും സിഹറുകാരിയും 40 രാവുകളിൽ ആ വീട്ടിലേക്ക് കടക്കൂല. അവരുടെ പ്രവർത്തനങ്ങൾ വിലപ്പോവില്ല. അവരുടെ എല്ലാ കൂടോത്രവും ആഭിചാരക്രിയയും അവരുടെ ചതിപ്രയോഗങ്ങളെല്ലാം ധൂളികളായി പോകാൻ കാരണമാകുന്ന അത്ഭുതകരമായ ആയത്താണ് പ്രിയമുള്ളവരെ ആയത്തുൽ കുർസി.
അലിയാർ തങ്ങളെ വിളിച്ചു പറയുന്നുണ്ട്, ഇത് അങ്ങയുടെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക, വീട്ടുകാർക്കും അയൽക്കാർക്കും പഠിപ്പിച്ചു കൊടുക്കുക. ഇതിലും ശ്രേഷ്ഠമേറിയ ഒരായത്ത് അവതരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ അതിവിശിഷ്ടമായ സൂറത്താണ്. ഇമാം അഹ്മദും ഇമാം ഹാക്കിമും ഇമാം ബൈഹഖിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങേക്കിറങ്ങിയ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സന്ദർഭങ്ങളിലും പല രൂപത്തിലും പറഞ്ഞു. ആയത്തുൽ കുർസിയെ കുറിച്ച് തന്നെ ഹബീബായ തങ്ങൾ ആവർത്തിച്ച് പറയുന്നതും ആയത്തുൽ കുർസിയെ കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് ആയത്തുൽ കുർസിയെ അത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആയത്തുൽ കുർസിയിന് 17 ഖണ്ഡങ്ങളുണ്ട്. അതിനാൽ അത് 17 തവണ ആരെങ്കിലും പാരായണം ചെയ്ത് അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും നമ്മുടെ സമയത്തിനനുസരിച്ച് ഏതു സംഖ്യയും നമുക്ക് തിരഞ്ഞെടുക്കാം. 17 തവണ പാരായണം ചെയ്ത് എന്തു ചോദിച്ചാലും അല്ലാഹു നൽകും. അതിലുള്ള പദങ്ങളുടെ എണ്ണം അത് 50 പദങ്ങളാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ 50 തവണ അത് പാരായണം ചെയ്ത് അല്ലാഹുവിനോട് എന്തും ചോദിക്കാം, അല്ലാഹു നൽകും. ഇത്രമേൽ മഹത്വമുള്ള ഈ ആയത്ത് നമ്മൾ ഓതിയിട്ട് ചോദിച്ചാൽ നൽകപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. അതിലുള്ള അക്ഷരങ്ങളുടെ എണ്ണം 170 ആ 170 തവണ പാരായണം ചെയ്ത് അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും നൽകും. അപ്പം നമുക്ക് ഏതാണോ സമയം യോജിച്ച് കിട്ടി വരുന്നത് അതിനനുസരിച്ച് ചെല്ലാനുള്ള എല്ലാ സംഖ്യകളും ഇതിലുണ്ട്. 17 തവണ പറ്റുന്നവരങ്ങനെ, 50 തവണ പറ്റുന്നവരങ്ങനെ, 170 തവണ പറ്റുന്നവരങ്ങനെ, എങ്ങനെയാണോ നമുക്ക് കഴിയുന്നത് അതേപോലെ നമ്മൾ ചൊല്ലുക. ഇനി കുറച്ചും കൂടെ വിശാലമായ സമയമുള്ളവരാണെങ്കിൽ മുർസലീങ്ങളുടെ എണ്ണം അത് 313, ബദ്രീങ്ങളുടെ എണ്ണം അതും 313. അപ്പോൾ 313 തവണ ചൊല്ലുക. അങ്ങനെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കാം. ഈ പറഞ്ഞ രൂപങ്ങളിലെല്ലാം ചോദിച്ചാൽ വലിയ ബറക്കത്തുള്ള സംഖ്യകളാണ് ഇതൊക്കെ. ആ ബറക്കത്ത്, ആ സംഖ്യകളുടെ, ആ സംഖ്യയെ പ്രതിനിധാനം ചെയ്യുന്ന ബദരീങ്ങൾ ഉൾപ്പെടെ, മുർസലീങ്ങൾ ഉൾപ്പെടെ, ആയത്തുൽ കുർസിയിൻ്റെ അക്ഷരങ്ങൾ ഉൾപ്പെടെ, ആയത്തുൽ കുർസിയിൻ്റെ പദങ്ങൾ ഉൾപ്പെടെയുള്ള ആ മഹത്വങ്ങളൊക്കെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ആ കാര്യം നേടിക്കിട്ടാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. ഇതേ പ്രകാരം ഓതിയിട്ട് കൃത്യമായിട്ട് പരീക്ഷിച്ച് ഫലം സിദ്ധിച്ച ഒരുപാട് ആളുകളുണ്ട്. അനുഭവങ്ങൾ അറിഞ്ഞ എത്രയോ ആളുകളുണ്ട്. അത് ഏതു ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഓതിയാലും, നല്ല ജോലി ലഭിക്കാൻ, നമ്മുടെ കടങ്ങൾ വീടാൻ, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ ലഭിക്കാനൊക്കെ ഇത് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തുൽ കുർസിയെ മുറുകെ പിടിക്കുന്നവർക്ക് ഒരാളുടെ മുമ്പിലും വഷളാകേണ്ടി വരില്ല. ഒരാൾക്കും അയാളെ കീഴടക്കാൻ കഴിയൂല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവനെ തളർത്താനോ അയാളെ ധിക്കരിക്കാനോ കഴിയൂല. ആയത്തുൽ കുർസിനെ മുറുകെ പിടിക്കുന്നവർക്ക് ആയത്തുൽ കുർസിൻ്റെ ഒരു റിയാളയുണ്ട്. നമ്മൾ മുമ്പത് വിശദീകരിച്ചതാണ്. ആ റിയാള പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി വീട്ടിയിട്ട് കൃത്യമായി നമ്മൾ നല്ല രൂപത്തിൽ ആയത്തുൽ കുർസി കൊണ്ട് നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആയത്തുൽ കുർസി ഉൾപ്പെടെയുള്ള ഒരുപാട് ഇതിലൊരു ചില ഇസ്മുകളൊക്കെ ഉണ്ട്. ഹയ്യുൽ ഖയ്യൂം എന്ന് പറയും. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. അസ്മാഉൽ ഹുസ്നയിലെ 2 ഇസ്മുകളാണ്, യാ ഹയ്യു യാ അല്ലാഹ്, യാ ഖയ്യൂം യാ അല്ലാഹ്. അപ്പോൾ ഈ ഇസ്മ അതിലുള്ളത് തന്നെ മതി അതിൻ്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കാൻ. ഇസ്മുൽ ആളമാണ്. ഇസ്മുൽ ആളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പല സന്ദർഭങ്ങളിലും അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇസ്മുൽ ആളമാണെന്ന് അഭിപ്രായപ്പെട്ട ഇസ്മുകളൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസി എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ആയത്തുൽ കുർസിയൊക്കെ ഓതുന്നവരാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് ആയത്തുൽ കുർസി. പക്ഷെ നമ്മൾ ഇത്രയും ആയത്തുൽ കുർസിനെ കുറിച്ച് പറഞ്ഞത് നമ്മളൊരു കാര്യം മനസ്സിലാക്കി ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മാർത്ഥതയുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരാണ്. ആ പ്രതിസന്ധികളൊക്കെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കാതെ നമ്മുടെ ഓരോ പ്രതിസന്ധികൾക്ക് മുകളിലും തലക്കുമീതെ താങ്ങാനാകാത്ത വലിയ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നടിയുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തിയ
ഇപ്പം നമ്മൾ ആകെ കുറഞ്ഞ ഹദീസുകളുടെ ആശയങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇനി വായിക്കാനിരിക്കുന്നത് എത്രയോ ആണ്. ഹദീസ് വായന എന്ന് പറയുന്നത്, ഹദീസിനെ കുറിച്ച് പഠിച്ചാൽ നമ്മുടെ ഏത് പ്രതിസന്ധികൾക്കും അതിൽ പരിഹാരമുണ്ട്. ഇപ്പോൾ നോക്കൂ, നമ്മൾ വിറുദുൽ ലത്തീഫിൽ ചൊല്ലുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ദുആ ഉണ്ട്, അറിയാവുന്നവരൊന്ന് എഴുതി അറിയിക്കണേ. ആ ദുആ അത് കടം വീടാനുള്ള പരിഹാരമായിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞതാ. ജീവിതത്തിൽ ഇന്ന് വരെ സത്യത്തിനെതിരെ പറയാൻ നാക്ക് വളച്ചിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ ആ മഹത്തായ ദുആ സ്വഹാബാക്കൾ അങ്ങ് ഏറ്റെടുക്കണം. ഞാൻ എൻ്റെ കടം വീടാൻ വേണ്ടി അത് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കടം വീടാൻ വേണ്ടി ദുആ ചെയ്തപ്പോൾ അത്ഭുതകരമാകുന്ന രൂപത്തിൽ കടം വീടി കിട്ടിയ അനുഭവം പറയുന്നു. ഇങ്ങനെ നമ്മൾ ഹദീസുകളിലൂടെ ഒരു വായന നടത്തിയാൽ എത്ര പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള പരിഹാരം അവിടെയുണ്ട്. അത് മനസ്സിലാക്കുക, അത് ആത്മാർത്ഥമായി ഉൾക്കൊള്ളുക, അതിനനുസരിച്ച് നമ്മൾ ചൊല്ലുക, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. അള്ളാഹു നമുക്ക് എല്ലാത്തിനും പരിഹാരം കണ്ടെത്തി തരും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധികളും തീർത്തു തരട്ടെ. ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. പ്രത്യേകം ദുആക്ക് ഏൽപ്പിച്ചവരും ഇവിടെ നേരിട്ട് വന്നവർ എല്ലാവരിലും ഉണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു തരട്ടെ. നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ ഇന്ന് ആയത്തുൽ കുർസിയിൽ നിന്ന് വളരെ ചുരുങ്ങിയത് മാത്രമാണ് പറഞ്ഞത്, അല്ലേ? പറഞ്ഞാൽ തീരാത്ത അത്രമേലുണ്ട്. ആയത്തുൽ കുർസിൻ്റെ റിയാള എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം. ആ വീഡിയോ കണ്ടു മനസ്സിലാക്കി റിയാള പൂർത്തിയാക്കി വീട്ടിയിട്ട് ഇതിലേതെങ്കിലും ഒരു എണ്ണം, ഒന്നുകിലും 117 അല്ലെങ്കിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ചെറിയ എണ്ണമായ 17, 170, 17, 50, 313 എങ്ങനെയാണോ നമുക്ക് കഴിയുന്നത് ആ രൂപത്തിൽ ചൊല്ലിയിട്ട് ആയത്തുൽ കുർസിയെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക. നമ്മൾ ഇത്രയും മഹത്വങ്ങൾ കേട്ടില്ലേ, അത് കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളെ തിരഞ്ഞെടുക്കുന്ന സംഖ്യകളും ബറക്കത്തിൻ്റെ സംഖ്യകളാണല്ലോ. ആ ബറക്കത്തിൻ്റെ സംഖ്യകളിലൂടെ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്താണ്. പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. അതിന് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രം വരിക എന്നറിയിക്കണം. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി